അയ്യപ്പസ്വാമിയെ ഓർത്ത് ഞങ്ങളോട് ക്ഷമിക്കണം. KSRTC ജീവനക്കാരെ നിങ്ങൾക്ക് എതിരല്ല, നിങ്ങളെ കൊണ്ടുപോകണ്ടെന്നല്ല ഞങ്ങൾ പറയുന്നത്. പോലീസ് ഓഫീസേഴ്സാണ് നിങ്ങൾ ഇവിടെ തടഞ്ഞു വെച്ചിരിക്കുന്ന പോലീസ് ഓഫീസേഴ്സാണ്. പോലീസ് ഓഫീസേഴ്സ് ഏത് സെക്കൻഡിൽ വണ്ടി പോകാൻ പറഞ്ഞാലും ആ സെക്കൻഡിൽ വണ്ടി എടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഒരു ബസ്സിൽ 65 70 പേരെ കൊണ്ടുപോകേണ്ട സ്ഥാനത്ത് പോലീസുകാർ നിന്ന് 150 പേരെ ആൾക്കാരെ കയറ്റിവിടുന്നു. എന്തിനു വേണ്ടി? ഈ അയ്യപ്പന്മാരെ കൊല്ലാക്കൊല ചെയ്യുന്നത് പോലെ ഞങ്ങളെയും കൊല്ലാക്കൊല ചെയ്യാനാണോ? ഞങ്ങൾ തെറി വിളിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ ഇപ്പൊ വണ്ടി എടുക്കാൻ പറഞ്ഞാൽ ഞങ്ങളുടെ ജീവനക്കാർ അതിന് സജ്ജമാണ്. അയ്യപ്പന്മാരെ ഇവിടെ ഇട്ട് ദ്രോഹിക്കണമെന്നോ അവരുടെ യാത്രാ സൗകര്യങ്ങളെ കുറച്ച് കാണിക്കണമെന്നോ ഞങ്ങൾക്ക് യാതൊരു ഇതുമില്ല. KSRTC ജീവനക്കാരെ നിങ്ങൾക്ക് എതിരല്ല, നിങ്ങളെ കൊണ്ടുപോകണ്ടെന്നല്ല ഞങ്ങൾ പറയുന്നത്. ഇപ്പോൾ നിലയ്ക്കൽ പമ്പ റൂട്ടുകളിൽ ഓടുന്ന കണ്ടക്ടറുടെയും ഡ്രൈവറുടെയും അവസ്ഥകൾ വളരെ പരിതാപകരമാണ്. പരിതാപകരം എന്ന് പറഞ്ഞാൽ ഒരു ബസ്സിൽ 65 70 പേരെ കൊണ്ടുപോകേണ്ട സ്ഥാനത്ത് പോലീസുകാർ നിന്ന് 150 പേരെ ആൾക്കാരെ കയറ്റിവിടുന്നു. ഈ ബസ്സിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ പോലീസുകാരോ നമ്മുടെ KSRTCയിലെ മറ്റ് ഓഫീസേഴ്സോ ഇതിന് ഉത്തരവാദിത്വം പറയേണ്ടതില്ല. അതിന് ഉത്തരവാദിത്വം പറയേണ്ടത് ആ കൊണ്ടുപോകുന്ന ഡ്രൈവറും കണ്ടക്ടറുമാണ്. ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതെ, ഈ തിരക്ക് അത് പോയിട്ടോ രാവിലെ ഇതിപ്പോൾ 2 മണിക്കൂറായി ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടിട്ട് ഞങ്ങൾ പോലീസുകാരടുത്ത് നമ്മുടെ ഓഫീസർ അപേക്ഷിച്ചതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പമ്പയിൽ നിന്നും 100 ആളിനെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. പകരം നിങ്ങൾ പറയുന്ന ആൾക്കാരെ നിങ്ങൾ കയറ്റിവിടും. ഈ തിരക്ക് ഇവിടെ ഒഴിവാകാൻ വേണ്ടി നിങ്ങൾ കയറ്റിവിടും. അപ്പോൾ 100 പേരെ കൊണ്ടുവരുമ്പോൾ ഒരു 50 പേരെ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞെങ്കിൽ ഈ തിരക്ക് ഇവിടെ ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ അത് ഇവിടുത്തെ പോലീസുകാർ അത് കേൾക്കുന്ന ഭാവമേ കാണിക്കുന്നില്ല. ഇത് അവർ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന തിരക്കാണ്, മനഃപൂർവ്വമായിട്ട് ഉണ്ടാക്കുന്ന തിരക്ക്. KSRTCക്കാരനെ KSRTC എന്ന സ്ഥാപനത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഇവർ ആരുടെയോ വാക്ക് കേട്ടുകൊണ്ട് ഈ സ്ഥാപനത്തെ നശിപ്പിക്കുന്നതിലേക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഇവിടെ ഞങ്ങൾ നിരപരാധിയാണ്. ഞങ്ങൾ 180 ബസ്സാണ് ഇപ്പം KSRTC നിലയ്ക്കൽ പമ്പ ഓടുന്നതിലേക്ക് വേണ്ടി ഒരു അയ്യപ്പന് ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ അവർക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്നതിലേക്ക് വേണ്ടി 180 ബസ്സുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. പക്ഷേ എന്ത് ചെയ്യാം, നിർഭാഗ്യവശാൽ മറ്റു ഡിപ്പോയിൽ നിന്ന് വരുന്ന ബസ് വരെ ഇവർ പോലീസുകാർ അവിടെ തടഞ്ഞിടുന്നു. എരുമേലി ഇങ്ങോട്ട് നമ്മുടെ പ്ലാപ്പള്ളി അങ്ങനെയുള്ള ഭാഗങ്ങളിൽ നമ്മുടെ ബസ്സുകൾ കംപ്ലീറ്റ് തടഞ്ഞിടുക. എന്തിനു വേണ്ടി? ഈ അയ്യപ്പന്മാരെ കൊല്ലാക്കൊല ചെയ്യുന്നത് പോലെ ഞങ്ങളെയും കൊല്ലാക്കൊല ചെയ്യാനാണോ? ശമ്പളം ഇല്ല. കഴിഞ്ഞ മാസത്തെ ശമ്പളം ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങൾ ഇവിടെ വന്ന് ജോലി ചെയ്താൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അലവൻസോ ഊണ് തരുന്നുണ്ട്. ആ സമയങ്ങളിൽ വന്നാൽ ഞങ്ങൾക്ക് ഊണ് നമ്മളെ സ്ഥാപനം തരുന്നുണ്ട്. ഉറക്കമുണ്ടോയെന്ന് ചോദിച്ചാൽ ഉറക്കം ഇപ്പം അയ്യപ്പന്മാരെ കൊണ്ടുവന്ന് എത്തിക്കുകയാണ് നമ്മുടെ ജോലി. അപ്പോൾ നമ്മളെ പരമാവധി ജീവനക്കാർ നമ്മൾ അത് അയ്യപ്പന്മാരെ ഏത് സമയവും കൊണ്ടുവന്ന് എത്തിക്കുന്നതിലേക്കുള്ള ഇതിനാണ്. അപ്പോൾ നമ്മൾ ഊണും ഉറക്കവും ഒഴിഞ്ഞ് നമ്മൾ ജോലി ചെയ്യുക. നമുക്ക് കൂടുതൽ ഇവിടെ ജോലി ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ എന്തെങ്കിലും ശമ്പളം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതൊന്നുമില്ല. KSRTCക്ക് ലാഭം എങ്ങനെയാണ് വരുന്നത്? ഒരു റൂട്ട് ആളും കൊണ്ട് വന്നിട്ട് റിട്ടേൺ പോകുന്നത് കാലിയാണ് പോകുന്നത്. അവിടെ നിന്ന് 100 പേര് വരുമ്പോൾ ഇവിടെ നിന്ന് ഒരു 50 പേരെ കൊണ്ടുപോയെങ്കിൽ ആ നമ്മുടെ ഡീസൽ ചെലവെങ്കിൽ നിൽക്കും. ഇത് ഒരു സൈഡ് കാലിയാണ് പോകുന്നത്. അവിടെ നിന്ന് വരുന്നു, ഇവിടെ നിന്ന് കാലി പോകുന്നു. ഇതിന് കാരണം പോലീസ് ഓഫീസേഴ്സാണ്. ഇവിടെ ഉള്ള SP ഇപ്പോഴത്തെ പത്തനംതിട്ട SP ആണ് ഇതിന് കാരണക്കാർ. പത്തനംതിട്ട SP വിചാരിച്ചു അവർ ഇന്നലെ നമ്മുടെ പമ്പ ഡിപ്പോയിൽ 6:30 മണിക്ക് ശേഷം 8:30 മണിയായിരിക്കുന്നു ദീർഘദൂര സർവീസുകൾ അയക്കാൻ കഴിഞ്ഞത്. ഞങ്ങൾ തെറി വിളിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല. ഞങ്ങൾ തെറി വിളിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ ഇപ്പോൾ വണ്ടി എടുക്കാൻ പറഞ്ഞാൽ ഞങ്ങളുടെ ജീവനക്കാർ അതിന് സജ്ജമാണ്. ഇപ്പോൾ വണ്ടി എടുക്കാൻ പറഞ്ഞാൽ നമ്മൾ ആ വണ്ടിയും കൊണ്ട് പോകുന്നില്ല. ഞങ്ങൾക്ക് അയ്യപ്പന്മാരെ ഇവിടെ ഇട്ട് ദ്രോഹിക്കണമെന്നോ അവരുടെ യാത്രാ സൗകര്യങ്ങളെ കുറച്ച് കാണിക്കണമെന്നോ ഞങ്ങൾക്ക് യാതൊരു ഇതുമില്ല. പോലീസുകാരാണ് ഇതിൽ അലംഭാവം കാണിക്കുന്നത്. പോലീസുകാർ വേറെ ആരുടെ വാക്ക് കേട്ട് അവരുടെ ആജ്ഞാനവർത്തികളായി പ്രവർത്തിക്കുന്നു. ഞങ്ങളുടെ ഓഫീസേഴ്സിൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ ഈ തിരക്കൂടെ ഉണ്ടാകില്ല. ഞങ്ങൾ പറഞ്ഞത് 100 ആളെ കൊണ്ടുവരുമ്പോൾ 50 ആളിനെ തിരിച്ചുവിടൂ. 3 മണിക്കൂർ മെനഞ്ഞാന്ന് 9:30 മണിക്ക് വന്ന വണ്ടി പോയത് വൈകുന്നേരം 6:30 മണിക്കാണ്. ഞങ്ങൾ എന്ത് പഠിച്ചു? ഞങ്ങൾക്ക് 3 ട്രിപ്പ് ഓടിയെങ്കിലും ഒരു ഡ്യൂട്ടി ഉള്ളൂ. ഞങ്ങൾ രാവിലെ വന്ന് ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഒരു ട്രിപ്പാണ് ആയത്. അതായത് 240 രൂപയാണ് ഞങ്ങളുടെ ശമ്പളം അന്ന്. ഞങ്ങൾക്ക് വേറെ അലവൻസുകളില്ല. KSRTC ജീവനക്കാരെ നിങ്ങൾക്ക് എതിരല്ല, നിങ്ങളെ കൊണ്ടുപോകണ്ടെന്നല്ല ഞങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് ഒരുവിധ യാത്രാ അസൗകര്യങ്ങൾ ഉണ്ടാവാത്ത രീതിയിൽ നിങ്ങളെ എത്രയും പെട്ടെന്ന് അവിടെ കൊണ്ടുവന്ന് എത്തിക്കുന്നതാണ്. ഞങ്ങൾ 24 മണിക്കൂറും നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്രവർത്തിക്കുകയാണ്. പോലീസ് ഓഫീസേഴ്സാണ് നിങ്ങളിവിടെ തടഞ്ഞു വെച്ചിരിക്കുന്ന പോലീസ് ഓഫീസേഴ്സാണ്. ഞങ്ങളുടെ ഓഫീസർമാരോ നമ്മുടെ ജീവനക്കാരോ അല്ല.
അതുകൊണ്ട് നിങ്ങൾ അക്ഷമയോടുകൂടി നിങ്ങൾ വാഹനങ്ങൾ അടിച്ചു പൊട്ടിക്കാതെ, വാഹനങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കാതെ, വാഹനത്തിൽ വരുന്ന കണ്ടക്ടർ ഡ്രൈവർമാരടുത്ത് നിങ്ങൾ പ്രകോപനം ഉണ്ടാക്കാതെ നിങ്ങൾ യാത്ര തുടരുക. ഞങ്ങൾക്ക് പറയാനുള്ളത് അത്ര മാത്രമേ ഉള്ളൂ. KSRTCക്കാരെ നിങ്ങൾക്ക് ഒരുവിധ യാത്രാ അസൗകര്യങ്ങളും നിങ്ങൾ ഉണ്ടാക്കുന്നില്ല. നിങ്ങൾ എല്ലാവരെയും കൊണ്ടുപോകുന്നതിലേക്ക് വേണ്ടി ബസ് നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. പോലീസ് ഓഫീസേഴ്സ് ഏത് സെക്കൻഡിൽ വണ്ടി പോകാൻ പറഞ്ഞാലും ആ സെക്കൻഡിൽ വണ്ടി എടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ നിങ്ങളുടെ സഹകരണം അതാണ് നമ്മുടെ മികവ്. നിങ്ങളുടെ സഹകരണം എപ്പോഴും നമുക്കുണ്ട്. 1.5 മണിക്കൂറല്ല, 3 മണിക്കൂറായി ബസ് ഇവിടെ തടഞ്ഞിട്ട്. അതെ, അതാ പറയുന്നത്. നിങ്ങളുടെ സഹകരണം കൂടെ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നടത്തിക്കൊണ്ടാൻ പറ്റൂ. ഞങ്ങളോട് അതിന് പറഞ്ഞത് അയ്യപ്പ സ്വാമിയെ ഓർത്ത് ഞങ്ങളോട് ക്ഷമിക്കണം. അതാ പറയുന്നത്. അയ്യപ്പ സ്വാമിയോട് ഉള്ള കടപ്പാടിൽ ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. ഇതെല്ലാം ചെയ്യുന്ന പോലീസ് ഓഫീസറാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് സംസാരിക്കൂ. ഈ ബസ് എത്രയും പെട്ടെന്ന് പോകാനുള്ള അനുമതി അവർ തരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അയ്യപ്പന്റെ നാമത്തിൽ നിങ്ങൾക്ക് അപേക്ഷിക്കുകയാണ്. അതിന് മുന്നേ അയ്യപ്പന്റെ നാമത്തിൽ നമ്മൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഞങ്ങളോട് നിങ്ങൾ ക്ഷമിക്കണം. ഞങ്ങൾ ഇതിന് ഇതല്ല. അതിന്റെ പറഞ്ഞു ഇവിടെ വെള്ളം കൊടുക്കാൻ പോലുള്ള സജ്ജീകരണം ഇല്ല, ഒരുക്കിയിട്ടില്ല. ഇത്രയും ഇങ്ങനെ തടഞ്ഞിടുമ്പോൾ ആ പോലീസ് ഓഫീസർ അതിനുള്ള സംവിധാനം ചെയ്തു കൊടുക്കണ്ടേ? അതുപോലെ ഇവിടെ ചെയ്യുന്നില്ല. എന്താ ചെയ്യുക? ഞങ്ങൾ എന്താ ചെയ്യുക? KSRTCക്കാർ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. ഈ അയ്യപ്പന്മാർ പറയട്ടെ KSRTCക്കാർ എന്ത് ചെയ്യണമെന്ന്. അതേ പറഞ്ഞ KSRTCക്കാരെ എല്ലാ സ്റ്റേറ്റിനും വരുന്ന ആൾക്കാർ നമ്മളെ എല്ലാ പ്രാവശ്യവും നമ്മളെ അതെ അതാ ഇപ്പൊ ഒരു ആന്ധ്രയിൽ വന്ന ഒരു മാളികപ്പുറത്തിന് കുഴഞ്ഞു വീണ് ആശുപത്രി കൊണ്ടുപോയതേ ഉള്ളൂ. ഓരോ മണിക്കൂറിൽ എന്ന് പറഞ്ഞാൽ 3.5 മണിക്കൂറൊക്കെ ഈ ബസ്സിനകത്തിരുത്തി ഇവരെ കൊല്ലാക്കൊലയായിരുന്നു ചെയ്യുന്നത്. 3.5 മണിക്കൂർ. മെനഞ്ഞാന്ന് 10 മണിക്കൂറാണ് ഇവിടെ തടഞ്ഞിട്ടത്. എന്തിനു വേണ്ടി? ആർക്ക് വേണ്ടിയാ? അയ്യപ്പന്മാർ വന്ന് അയ്യപ്പനെ കണ്ട് തൊഴുത് പോകുന്നതിലേക്ക് വേണ്ടി ഈ തടസ്സം സൃഷ്ടിക്കുന്നവരുടെ ആർക്ക് വേണ്ടിയിട്ടാ ഈ തടസ്സം സൃഷ്ടിക്കുന്നത്?